കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. എന്റെ പേര് രാഹുൽ എന്നാ. ഈ ഞാനും മാളവികയും കോളേജിൽ ഒന്നിച്ച് പഠിച്ചവരാ. ഞങ്ങൾ തമ്മിൽ സ്നേഹത്തിലായിരുന്നു. ആരാടാ നീ? കള്ളം പറയരുത്. ഞാൻ നിന്നെ സ്നേഹിച്ചിട്ടൊന്നുമില്ല. ഇവൻ കള്ളം പറയാണ്. ഞാൻ കള്ളം പറയുന്ന ഞാനാണോ കള്ളം പറയുന്നത്? അപ്പൊ നമ്മൾ തമ്മിൽ സ്നേഹിച്ചിരുന്നില്ല? നമ്മുടെ കോളേജിലെ ഓരോ ബെഞ്ചും ഓരോ പൂക്കളും പറയുമല്ലോ നമ്മൾ തമ്മിലുള്ള പ്രണയത്തിന്റെ കഥകൾ. നീ ഒന്ന് നിക്ക് മോനെ. എന്താ മാളവികെ, അവൻ പറയുന്നതൊക്കെ സത്യ? പറയാൻ. അല്ല മൈ, ഇവൻ പറയുന്നതൊക്കെ പച്ച കള്ളോ. കൊന്നു കളയും നിന്നെ. നീയാണോ ഞാനാണോ കള്ളം പറയുന്നത്? ആ കഥകളെല്ലാം ഞാൻ പറയാം, എല്ലാരും കേട്ടോളൂ. പിടിക്കപ്പെട്ടടി. ഇന്നത്തോടെ നിന്റെ ഇവിടുത്തെ ജീവിതം കട്ടപ്പുക. നിങ്ങൾ കൊടുത്ത കല്യാണത്തിന്റെ പരസ്യം കണ്ടിട്ടാ ഞാൻ അറിയുന്നത് തന്നെ. അതിന്ന് അഡ്രസ് പോലും എടുത്തത്. ഇന്നലെ രാത്രി വന്ന് കണ്ടപ്പോഴും തൽക്കാലം വേറെ മാർഗമില്ലാത്തോണ്ടാ ഇവളിവിടെ നിൽക്കുന്നെന്ന് എന്നോട് പറഞ്ഞു. നാളെ നേരം വെളുത്ത ഉടനെ നമുക്ക് ഒളിച്ചോടി പോയി കല്യാണം കഴിക്കാന്ന് ഇവള് പറഞ്ഞതാ. എന്നിട്ട് ഇവിടെ എന്നെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്തു. നീ കണ്ടില്ലേ? നിങ്ങളൊക്കെ കാണും. എന്നെ തല്ലി കൊല്ലാൻ ശ്രമിച്ചെടുത്ത് ഞാൻ രക്ഷപ്പെട്ടു പോന്നതാ. അല്ല, ഇത് സത്യമല്ല. ഇതെല്ലാം പച്ച കള്ളാണ്. ഞാൻ ഇവനെ സ്നേഹിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, കൊല്ലാനായിട്ട് ഏൽപ്പിച്ചിട്ടുമില്ല. ഇതെല്ലാം കള്ളാണ്, പച്ചക്കള്ളം. കള്ളാണോന്നുള്ളത് ഞാൻ ഇപ്പൊ തെളിയിച്ചരാ. നീ എഴുതിയ പ്രേമലേഖനങ്ങൾ ഇതൊക്കെ ഇത് കള്ളാണോടി? നോക്ക്, ഇത് കള്ളാണോ? ഇത് കള്ളാണോ? നോക്കെല്ലാരും കാണ്. വായിക്ക്, എല്ലാരും വായിച്ചു നോക്ക്. എന്താ ഒന്നും മിണ്ടാത്തത്? ഇനി പറ, എന്താ കാര്യമെന്ന്. കള്ളാണ് ഇവൻ പറയുന്ന എല്ലാം പച്ച കള്ളാണ്. കള്ളാണെങ്കിൽ വേറെ തെളിവുണ്ടേ. നമ്മൾ ഒന്നിച്ചെടുത്ത ഫോട്ടോസും കള്ളാണെന്നാ ആണെന്ന്. എടി, ഇതെല്ലാം കള്ളമാണെങ്കിൽ ഞാൻ ഒന്നും പറയാതെ ഇവിടുന്ന് പോയിക്കോളാം. കാണ്, എല്ലാരും കാണുന്നത്. നോക്ക് സാറേ, കാണ്.
നുണയാണോ സാറേ? ഇത് കണ്ടോ, നല്ലോണം നോക്ക്. ഷെടാ, നമ്മളറിയാത്ത ഒത്തിരി കഥകളുണ്ടല്ലോ ഇവൾക്ക് പുറകിൽ. ഇതൊന്നും അറിയാതെയാണോ ഞാനിവളെ സപ്പോർട്ട് ചെയ്തത്? ഇവളെ വിശ്വസിച്ച് പ്ലാൻ ചെയ്തതൊക്കെ വെറുതെ ആയല്ലോ. ഛേ, എന്താ മോളെ ഇത്? എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? കൊട്ടാരം വീട്ടിലെ ദശരഥ രാമവർമ്മയുടെ അനന്തരവൾക്ക് സാറേ, ഇതും വിശ്വസിക്കണ്ട, പച്ചക്കള്ളാണ് ഇതൊക്കെ. ഈ മാളവികയ്ക്ക് നിങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. വിശ്വസിക്കരുത്, ആരും വിശ്വസിക്കരുത്. ഇവൻ കരുതി കൂട്ടി പറയുന്നതാ. ഇതെല്ലാം വെറും ഡ്രാമയാ. സത്യായിട്ടോ മാവ, എന്നെ വിശ്വസിക്കണം. ഇവ മനഃപൂർവ്വം നാടകം കളിക്കുന്നതാ. അമ്മാവ, ദയവേത് എന്നെ വിശ്വസിക്കണം അമ്മാവ. എഴുന്നേക്കടി, എഴുന്നേക്ക അവിടുന്ന്. പോരടി നീ, കള്ളി കിടന്ന് മനസ്സിലാക്കാൻ. ആരാടി നീ? നീ എവിടുന്ന് വന്നു? ഇത്രയും തെളിവുകൾ നിരത്തിയിട്ടും വിശ്വസിക്കണമെന്ന് പറഞ്ഞ് കാല് പിടിക്കുന്നോ? നീയാണടി കള്ളി. നീ പറഞ്ഞ ഓരോ വാക്കും കള്ളവാ. എന്റെ കൊച്ചുമോളാണെന്ന് പറഞ്ഞ് എന്റെ മോനെയും പറ്റിച്ച് എന്റെ വീട്ടിൽ കയറിക്കൂടി. എന്നിട്ട് എന്റെ കൊച്ചുമോന്റെ ഭാര്യയാകാനും പ്ലാൻ ചെയ്തല്ലേ? എന്താ ദാസ ഈ നടക്കുന്നേ? വഴിയെ പോകുന്ന ഓരോന്നിനെയും ബന്ധുവാണെന്ന് പറഞ്ഞു പിടിച്ച് വീട്ടിൽ കയറ്റുക. ഇതൊക്കെ ആലോചിച്ച് വേണ്ടേ ചെയ്യാൻ? അവള് പല തെളിവും കാണിച്ചിരുന്നമ്മേ. തെളിവാണെന്ന് പറഞ്ഞ് കാണിക്കുന്നതല്ല, അതേപടിയും കണ്ണടച്ച് വിശ്വസിക്കാൻ വേണ്ടേ? എന്താ ഏതാന്നൊക്കെ അന്വേഷിക്കണ്ടായിരുന്നോ? രാജഗുരുക്കളും പറഞ്ഞായിരുന്നു അമ്മേ. അല്ലെങ്കിൽ ഞാനിങ്ങനെ അന്ധമായിട്ട് വിശ്വസിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അങ്ങേര് പറഞ്ഞത് തന്നെയാണോ നീ മനസ്സിലാക്കിയത്? ഈ ചെറുക്കം വന്നുകൊണ്ടിപ്പോ കല്യാണത്തിന് തൊട്ടു മുമ്പെങ്കിലും സത്യം മനസ്സിലാക്കാൻ പറ്റി. അല്ലായിരുന്നെങ്കിൽ എന്റെ ദേവൻ മോന്റെ ജീവിതം എന്തായാനെ? വൈദേഹിയുടെ ജീവിതവും തകർക്കാൻ നോക്കിയില്ലേ? ഇങ്ങനെ നമ്മളെ ചതിക്കാൻ നോക്കിയവളെ ഇനി ഈ വീട്ടിൽ നിർത്തിയാ ഇതിലും വലിയ വിഡിത്തം വേറെ ഉണ്ടോ? വന്നേടി, വാ നടക്ക്. നടക്കാനല്ലേ പറഞ്ഞത്? വാ. ഇവിടെ വാ, വാടി. ഞാൻ പറയുന്നൊന്ന് കേക്ക്. നിന്നെ
ഇങ്ങ് വന്നേ. നീയാണോ മാളവികയുടെ കാമുകൻ? അതെ. അത് ശരി. ഇവനാണോ പ്രേമമാണെന്ന് പറഞ്ഞത്? ഇവളുടെ കാമുകനാണെന്ന് പറഞ്ഞേ വേറൊരുത്തനും ഇവിടെ വന്നിരുന്നല്ലോ. കൗശിക്, കൗശിക് വാ വാ. എടാ നീ ആരാ? നീ ആരാ? സത്യം പറ. നീ ആരാണോ അത് തന്നെയാണ് ഇവരും. രണ്ടിലൊന്നും ഇപ്പൊ തെളിയിച്ചു തരാം ഞാൻ. വെയിറ്റ്, നീ അതങ്ങ് കാണിച്ചു കൊടുത്തേ. ഇതെല്ലാം മാളവിക എനിക്ക് എഴുതിയ ലവ് ലെറ്റേഴ്സ് ആണ്. ലവ് ലെറ്റേഴ്സ് എന്ന് പറയുമ്പോ ഇത് നോക്കിക്കോ വില്ലേജാ. നോക്ക്, പിടിക്കും വലിയ നോക്ക്. ദാ എന്തോന്ന് ഇത് കേട്ടോ സാർ, ഞാനും മാളവികയും ചേർന്നെടുത്ത ഫോട്ടോയാ. നോക്ക് മാഡം. ഇതാ നോക്കിക്കേ, നല്ലോണം നോക്ക്. സാറേ ഇതേ കണ്ടില്ലേ, ഞങ്ങളുടെ ഫോട്ടോസാ ഇത്. എന്നുവെച്ചാ രണ്ടുപേരെ ഒരേ നേരം പ്രേമിച്ചിരിക്കുന്നു. ഇവളെ എന്തോമേ, എന്താ ഇത്? നിക്ക് എന്തോമേ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഈ രണ്ടുപേരിൽ ഒരാളെയും നമ്മുടെ മാളവിക സ്നേഹിച്ചിട്ടില്ല. ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കും. മാളവിക എന്നെ ശരിക്കും പ്രേമിച്ചിട്ടുണ്ട്. ഇവിടെ കയറി പറ്റാൻ അവൾ എന്നെ ചതിച്ചതാ. ഞാൻ പറയുന്നത് സത്യ. എന്നെ നിങ്ങൾക്ക് വിശ്വസിക്കാം ബ്രോ. ദയവ് ചെയ്ത് എന്നെ വിശ്വസിക്കുക. ഞാൻ സത്യം പറയുന്നത്. ഞാനും മാളവികയും പ്രേമത്തിലായിരുന്നു. സത്യം കേട്ടോ. ട്രസ്റ്റ് മീ ബ്രോ, പ്ലീസ്. സത്യമാണ് സാറേ.
അവനാണ് കള്ളം പറയുന്നത്. മാളവിയെ ഞാനും കോളേജ് തൊട്ട് ജീവന് തുല്യം സ്നേഹിച്ചവരായിരുന്നു സർ, സത്യമായിട്ടും. അപ്പൊ കൗശികം ഫോട്ടോസ് കാണിക്കുന്നത് എന്തിനാണ് ബ്രോ? അതെല്ലാം മോർഫിംഗ് ചെയ്ത ഫോട്ടോസ് ആണ്. എനിക്ക് മോർഫിംഗ് ചെയ്യേണ്ട കാര്യം എന്താ? അതെല്ലാം ഒറിജിനൽ ഫോട്ടോസാ. എന്റെ ജീവനേക്കാൾ ഏറെ ഞാൻ മാളവികയെ സ്നേഹിച്ചിരുന്ന. നീ അത് മോർഫ് ചെയ്തിട്ടില്ല എന്ന് ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കുക? സത്യത്തിൽ എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്? അതെ വല്യച്ച, ഈ ഫോട്ടോസും ഒറിജിനൽ അല്ല, ആ ഫോട്ടോസും ഒറിജിനൽ അല്ല. ഫോട്ടോസ് മോർഫ് ചെയ്യുന്ന എത്ര എളുപ്പമാണെന്ന് വല്യച്ഛനെ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാ ദൈവന്റെ എന്റെ ഫ്രണ്ട് കൗശികിന്റെ സഹായം ഞാൻ തേടിയത്.